നമസ്കാരം. ഇന്നത്തെ ചെറുപ്പക്കാരുടെ സ്കിൻ കെയർ റുട്ടീനിലുള്ള ഒരു പ്രധാന ഘടകമാണ് വൈറ്റമിൻ സി സിറം. എല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ എത്ര പേർക്ക് അറിയാം, സ്കിന്നിൽ പുരട്ടുന്നത് മാത്രമല്ല, അതിനേക്കാൾ വളരെ പ്രധാനമാണ് ഒരു ദിവസം വേണ്ടത്ര അളവിൽ വൈറ്റമിൻ സി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. അതെന്തുകൊണ്ടാണ്? നോക്കൂ, വൈറ്റമിൻ സി ഈസ് ആൻ ഓൾറൗണ്ടർ. നമ്മുടെ ശരീരത്തിൽ ധാരാളം പരിപാടികൾ ചെയ്യാൻ വൈറ്റമിൻ സി അത്യാവശ്യമാണ്. ഒന്നാമത്തേത്, ഇറ്റ്സ് എ ആന്റി ഓക്സിഡന്റ്. ഓക്സിഡേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ശരീരത്തിലെ വെയർ ആൻഡ് ടയർ ഉണ്ടാക്കുന്നത്, ഡാമേജ് ഉണ്ടാക്കുന്നത്. സോ അതിനെ പ്രതിരോധിക്കാനുള്ള നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് വൈറ്റമിൻ സി പ്രവർത്തിക്കുന്നു. സോ ആന്റി ഏജിങ്ങിനൊക്കെ വളരെയധികം സഹായിക്കുന്നു. രണ്ടാമത്തേത്, കൊളാജൻ. നിങ്ങൾക്കറിയാലോ, നമ്മുടെ സ്കിന്ന്, നമ്മുടെ ഹെയർ, ടൂത്ത്, അതുപോലെ തന്നെ ഗംസ്, ബോണ്, കാർട്ടിലേജ്, നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും അത് ഉണ്ടാക്കിയിരിക്കുന്നത് കൊളാജൻ വഴിയാണ്. സോ കൊളാജൻ നന്നായിട്ട് ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു പറയുന്ന ഏജിംഗ് ഒക്കെ, ആന്റി ഏജിംഗ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കൂ. സോ അതിന് ഏറ്റവും സഹായിക്കുന്ന ഒരു ഘടകമാണ് വൈറ്റമിൻ സി. മൂന്നാമത്തേത്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമുക്ക് വരുന്ന ഇൻഫെക്ഷൻസിൽ നമ്മളെ പ്രതിരോധിക്കാൻ, നമുക്ക് പ്രതിരോധം തരാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ആളാണ് വൈറ്റമിൻ സി. നാലാമത്തേത്, അയേൺ അബ്സോർപ്ഷൻ എൻഹാൻസർ. നമുക്ക് വിളർച്ച അഥവാ അനീമിയ വരാതിരിക്കാൻ നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര അളവിൽ അയേൺ, അതായത് ഇരുമ്പ് അബ്സോർബ് ചെയ്യണം. നമുക്കൊക്കെ അറിയാം, ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാൻ. ആ ഇരുമ്പ് അബ്സോർബ് ചെയ്യുന്നതിനെ വളരെയധികം സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് വൈറ്റമിൻ സി. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾറൗണ്ടർ ആണ്, നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട. അപ്പൊ ഈ സ്കിന്നിൽ തേക്കുന്നതും ആക്ച്വലി അതിനെ തന്നെയാണ്, ഈ കൊളാജൻ ബൂസ്റ്റിംഗ് ഒക്കെ ചെയ്യാനാണ്.